പാർട്ടിയിൽ കലാപക്കൊടി ഉയർത്തിയ നാട്ടിക എംഎൽഎ സി മുകുന്ദനെ അനുനയിപ്പിക്കാൻ CPI സംസ്ഥാന നേതൃത്വത്തിന്റെ ഇടപെടൽ. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുകുന്ദനെ MN സ്മാരകത്തിലേക്ക് വിളിച്ചു വരുത്തി. പാർട്ടി നിർദ്ദേശങ്ങൾക്ക് വഴങ്ങുമെന്ന സൂചന സി മുകുന്ദനും നൽകി. അതേസമയം തനിക്കെതിരെ വിമർശനമുന്നയിച്ച കമലാ സദാനന്ദനും MK ദിനകരനും പാർട്ടിയിൽ തുടരുന്നത് നേതൃത്വത്തിന് ദയാദാക്ഷിണ്യം കൊണ്ടാണെന്ന് ബിനോയ് വിശ്വം സംസ്ഥാന കൗൺസിലിൽ മുന്നറിയിപ്പ് നൽകി. തന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരാൾ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്ത് പണം തട്ടിയെന്നും ഇയാളെ പാർട്ടി സംരക്ഷിക്കുന്നുവെന്നും പറഞ്ഞാണ് സി മുകുന്ദൻ കലാപം ആരംഭിച്ചത്. പിന്നാലെ തൃശൂർ ജില്ലാ സമ്മേളനം തെരഞ്ഞെടുത്ത കൗൺസിലിൽ നിന്ന് ഒഴിവാക്കുകയും മുകുന്ദൻ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പല പാർട്ടികളിൽ നിന്നും ക്ഷണമുണ്ടെന്നും മുകുന്ദൻ പരസ്യമായി പറഞ്ഞു. ഈ പശ്ചാത്തലത്തിലാണ് വിവാദം തണുപ്പിക്കാൻ സംസ്ഥാന സെക്രട്ടറി തന്നെ ഇടപെട്ടത്. രാവിലെ MN സ്മാരകത്തിൽ സി മുകുന്ദനെ വിളിച്ചു വരുത്തി ബിനോയ് വിശ്വം സംസാരിച്ചു. നേതൃത്വത്തിന്റെ ഇടപെടലോടെ അനുനയത്തിന്റെ പാതയിലേക്ക് സി മുകുന്ദൻ എത്തിയെന്ന സൂചനയാണ് വാക്കുകളിൽ ഉണ്ടായിരുന്നത്. അതിനൊക്കെ ശാശ്വതമായ പരിഹാരം മുഴുവൻ പാർട്ടി കണ്ട് നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇത്രയേ ഉള്ളൂ. എൻ്റെ പാർട്ടി പറഞ്ഞ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഞാൻ നടപ്പിലാക്കുന്ന എൻ്റെ പണി. ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനാണ്. അതിനിടെ തനിക്കെതിരെ വിമർശനം ഉന്നയിച്ച കമലാ സദാനന്ദനും MK ദിനകരനുമെതിരെ ഇന്നലെ ചേർന്ന സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ ബിനോയ് വിശ്വം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇരുവരും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അംഗമായിരിക്കാൻ പോലും യോഗ്യരല്ല. കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ ചേരാത്ത പ്രവർത്തനമാണ് നടത്തിയത്. സെക്രട്ടറിയെ വിമർശിക്കുന്നവർ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ സാധാരണ കാണാറില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.